മഴക്കാലമായിട്ടും പ്രകാശിലെ നാട്ടുകാരുടെ പരാതിയിൽ പരിഹാരം കാണാതെ വൈദ്യുതി ബോർഡ് അധികാരികൾ അപകടമുണ്ടാകുന്ന വിധത്തിൽ വൈദ്യുതി പോസ്റ്റുകൾ നിൽക്കുന്നതാണ് പരാതിക്ക് കാരണം. കാമാക്ഷി വാത്തിക്കുടി പഞ്ചായത്തുകളിലെ അതിർത്തി ഗ്രാമമായ പ്രകാശ് ടൗണിലാണ് അപകട ഭീഷണി ഉയർത്തി വൈദ്യുതി പോസ്റ്റുകൾ നിൽക്കുന്നത്. പ്രകാശ് ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലേക്ക് ചെരിഞ്ഞാണ് പോസ്റ്റുകളിൽ ഒന്ന് നിൽക്കുന്നത്. മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുന്ന വഴിയിലാണ് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓരോ മഴയിലും മണ്ണ് കുതിർന്ന് പോസ്റ്റ് ചെരിയുന്നുണ്ട്. വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയാണ് ഈ വൈദ്യുതി പോസ്റ്റ് എന്നും നാട്ടുകാർ പറയുന്നു. ഈ പോസ്റ്റ് പോലെ തന്നെയാണ് തൊട്ട് അടുത്ത് ഇവിടുന്ന് ഒരു 50 മീറ്റർ ഉള്ളൂ. അതും ട്രാൻസ്ഫോമറിനോട് ചേർന്ന് അത് കപ്പക്കൊമ്പിൽ എടുത്തേക്കുന്ന പോലെ വെച്ചേക്കുക. ഏത് സമയം വേണമെങ്കിലും അതും പെട്ടെന്ന് വീഴാം. എന്തെങ്കിലും അപകടം നടന്നു കഴിയുമ്പോഴാണ് ആൾക്കാർ ഓടി വരുവുള്ളൂ. മാധ്യമങ്ങൾ കാര്യങ്ങളും പിന്നെ അതിനെക്കുറിച്ച് ചർച്ചയും കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് വരികയില്ല. ഇതാണ് ഇവിടുത്തെ രീതി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് വന്ന് അതിന് പരിഹാരം കാണുന്നതാണോ അതിന് മുമ്പ് ചെയ്യുന്നതാണോ ആവശ്യം. എത്ര പ്രാവശ്യം വിളിച്ച് പറഞ്ഞു ആൾക്കാർ തിരിഞ്ഞു നോക്കുക. ഉദ്യോഗസ്ഥർ പോകുന്ന വഴിയാണ് ആ ട്രാൻസ്ഫോമറിനോട് ചേർന്ന് തന്നെ ഇരിക്കുന്നത്. അത് ഒരു പരിഹാരം കാണുന്നില്ല. ഇത് ഈ പോസ്റ്റ് മറിഞ്ഞു വീണ ട്രാൻസ്ഫോമറും ആ വീടും കടയും എല്ലാം ഉണ്ട്. ഇതൊന്നും ഒരു പരിഹാരം കാണുന്നില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ റെഡിയാണ്. ഒരു മൺകൂനയിലാണ് മറ്റൊരു പോസ്റ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ പോസ്റ്റിന് ചുവട്ടിലെ മണ്ണിടിഞ്ഞ് റോഡിൽ പതിച്ചിട്ടുണ്ട്. മഴ തുടർന്നാൽ പോസ്റ്റിന് ചുവട്ടിലെ മണ്ണിടിഞ്ഞ വൈദ്യുതി പോസ്റ്റ് തൊട്ടടുത്ത വീട്ടിലേക്ക് പതിക്കാനും സാധ്യത ഏറെയാണ്. ഈ ഓട്ടോ സ്റ്റാൻഡിന് ഭീഷണിയായിട്ടാണ് ഈ പോസ്റ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കുറേ കാലമായിട്ട് ഇത് ഓരോ സെൻറ്റിമീറ്റർ ചെരിഞ്ഞ് വണ്ടി ഏത് സമയത്തും ഒരു അപകടാവസ്ഥ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഓട്ടോറിക്ഷയെ പുറത്തേക്കായിരിക്കാം, അല്ലെങ്കിൽ വഴിയെ പോകുന്ന യാത്രക്കാരുടെ പുറത്തേക്കായിരിക്കാം. എന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് നിരവധി തവണ ഇലക്ട്രിസിറ്റി ഓഫീസിലും മറ്റുള്ളവരോടും എല്ലാം വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇവരൊന്നും ഇതിനെപ്പറ്റി യാതൊരു ധാരണയും ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്കിതിനൊരു ശാശ്വതമായ പരിഹാരം വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവന് ഭീഷണിയായിട്ട് നിൽക്കുന്ന സംഭവമാണ്. ജീവന് മാത്രമല്ല വണ്ടിക്കും ഭീഷണിയാണ്. ഇനി വഴിയാത്രക്കാരായാലും നടന്നു പോയി കഴിഞ്ഞാൽ അവർക്കും ഭീഷണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പോസ്റ്റ് ഇവിടുന്ന് മാറ്റി പുതിയ പോസ്റ്റ്. വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ നിരന്തരം ഈ റോഡിലൂടെ യാത്ര ചെയ്തിട്ടും ഈ അപകടാവസ്ഥ കാണുന്നില്ല എന്നും ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഓടിവരുന്നതിൽ എന്താണ് അർത്ഥമെന്നും നാട്ടുകാർ ചോദിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.